2025 വർഷത്തെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിൻ്റെ ഷെഡ്യൂളും ഡേറ്റുകളും ഒക്കെ വന്നു കഴിഞ്ഞു. എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഈ അഡ്മിഷൻ സമർപ്പിക്കുന്നതിന് മുമ്പേ, അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നേ ഒരുങ്ങേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, ഈ വർഷം SSLC പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. SSLCയുടെ റിസൾട്ട് എന്ന് പറയുന്നത് +1 അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള കോഴ്സുകളുടെ പ്രവേശനത്തിന് വേണ്ടി അതിൻ്റെ സ്കോർ ഉപയോഗിക്കുന്നതാണ്. അത് സ്കോർ നിങ്ങൾക്ക് കുറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ കൂടിക്കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സ്, അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് ലഭിക്കുന്ന സ്കൂളുകളെ സംബന്ധിച്ച് ചെറിയ വ്യത്യാസങ്ങൾ മാർക്കിൻ്റെ ഏറ്റക്കുറച്ചിനനുസരിച്ച് ചിലപ്പോൾ ഉണ്ടാവുമെന്ന് മാത്രം ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. +1 പ്രവേശനത്തിൻ്റെ നടപടിക്രമങ്ങൾ, ആദ്യ അപേക്ഷ സമർപ്പിക്കുന്നത് മെയ് 14 മുതലാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. ഈ ഏകജാലക സംവിധാനത്തിൻ്റെ ഓൺലൈൻ പോർട്ടൽ എന്ന് പറയുന്നത് HSCAP എന്ന് പറയുന്ന ഓൺലൈൻ അഡ്മിഷൻ പോർട്ടലിലൂടെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ അപേക്ഷ സമർപ്പണം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീടുകളിൽ നിന്ന് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ, സ്കൂളുകളിലെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള സൗകര്യങ്ങളുണ്ടാവും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് പ്രോസ്പെക്ടസ് വായിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും നിങ്ങൾക്ക് ചെയ്യും. മെയ് 14 മുതലാണ് ഇതിൻ്റെ അപേക്ഷാ സമർപ്പണം. ലാസ്റ്റ് ഡേറ്റ് മെയ് 20-നാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ഷെഡ്യൂളാണ് മെയ് 20 ഇതിൻ്റെ ഷെഡ്യൂള് ഇപ്പോൾ വന്നിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നേ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുക എന്നതാണ് അടുത്തതായിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് SSLCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ നെറ്റിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ എടുത്തു വെക്കണം. അത് അഡ്മിഷൻ സമയത്തും ആവശ്യമുള്ളതാണ്. അപ്പോൾ SSLCയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബോണസ് പോയിൻ്റ്, അല്ലെങ്കിൽ ഇതിനകത്ത് ബോണസ് പോയിൻറ്റും ടൈ ബ്രേക്കറിനൊക്കെ പരിഗണിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അതിലൊന്ന്, നിങ്ങൾ ഈ പറയുന്ന സ്കൂളിലുള്ള ക്ലബ്ബുകളായിട്ടുള്ള JRC, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഒപ്പം തന്നെ NCC, ലിറ്റിൽ കൈറ്റ്സ് എന്നിവയുടെ സർട്ടിഫിക്കറ്റുകൾ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് കൈപ്പറ്റണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് LSS പരീക്ഷയിൽ നേരത്തെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ USS പരീക്ഷയിൽ സെലക്ഷൻ കിട്ടി, അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എടുത്തു വെക്കണം. അതിനൊക്കെ ഇതിനകത്ത് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ NMMS നേടിയിട്ടുള്ള കുട്ടികൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കരുതി വെക്കണം. ഇതൊക്കെയാണ് നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടുന്ന ഒരു കാര്യം. മറ്റൊന്ന്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന മുന്നോക്ക ജാതിയിലുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവിധാനമാണ്. അത് EWS എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾ തയ്യാറാക്കി വെക്കാം. അത് വില്ലേജ് ഓഫീസിലെ വരുമാന സർട്ടിഫിക്കറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. +1 പ്രവേശനത്തിന് വേണ്ടിയുള്ള പ്രോസ്പെക്ടസിൽ അനക്സറിൽ പറഞ്ഞിട്ടുള്ള ഫോമിൽ തന്നെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുള്ള ഫോമാണ്. വില്ലേജ് ഓഫീസർ അതിനകത്ത് രേഖപ്പെടുത്തുന്ന വരുമാനം വെച്ചിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്. അത് അപേക്ഷയ്ക്ക് മുന്നേ തന്നെ EWS വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർ ആ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വെക്കണം എന്നുള്ളതാണ്. മറ്റുള്ള പല ആശങ്കകളും രക്ഷിതാക്കൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് നാറ്റിവിറ്റി കമ്മ്യൂണിറ്റി ഇൻകം സർട്ടിഫിക്കറ്റ്, മറ്റ് ജാതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് സംവരണത്തിന് സാധ്യതയുള്ള വിഭാഗത്തിലുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റുകൾ വേണമോ എന്നുള്ളൊരു ചോദ്യം പല രക്ഷിതാക്കളും ചോദിക്കുന്നുണ്ട്. അഡ്മിഷൻ സമയത്ത് സ്റ്റേറ്റ് ബോർഡ് SSLC കഴിഞ്ഞ കുട്ടികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അത് പിന്നീട് സ്കോളർഷിപ്പിൻ്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അഡ്മിഷൻ സമയത്ത് ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, വില്ലേജ് ഓഫീസിൽ പല ആളുകളും ഇപ്പോൾ തന്നെ പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ അപേക്ഷ +1 അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ ചേരുന്ന സമയത്ത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് മാത്രം മതി. ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച കുട്ടികൾ ആവശ്യവുമാണ്. അപ്പോൾ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച കുട്ടികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ സ്കൂൾ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കണം. നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഏത് കോഴ്സ് എടുക്കുന്നു എന്നുള്ളതാണ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റി. കുട്ടിയുടെ കഴിവും അഭിരുചിയും അനുസരിച്ചുള്ള കോഴ്സുകൾ ആരുടെയും നിർബന്ധപൂർവ്വം എടുക്കേണ്ടതല്ല. നിങ്ങളുടെ താല്പര്യവും കഴിവും അതിൻ്റെ പരിശ്രമത്തിന് സാധ്യതയും നോക്കിയിട്ടാണ് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഈ സെലക്ഷൻ എന്ന് പറയുന്നത് അതിനുശേഷം നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്താൽ ഏതൊക്കെ സ്കൂൾ, നിങ്ങൾക്ക് ഒരു ജില്ലയിലേക്കാണ് അപേക്ഷ നൽകേണ്ടത്. ഇപ്പോൾ
രണ്ട് ജില്ലക്ക് അടുത്ത് ബോർഡറിലൊക്കെ താമസിക്കുന്ന ആൾ 2 ജില്ലയിലും വ്യത്യസ്തമായിട്ട് അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷയിൽ ആ ജില്ലയിലെ സ്കൂളുകളാണ് ഓപ്ഷൻ ക്രമത്തിലാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും ഏത് സ്കൂളാണ് താല്പര്യം എന്നുള്ളത് നമ്പർ 1, അത് കഴിഞ്ഞ് നമ്പർ 2, അത് കഴിഞ്ഞ് നമ്പർ 3. അത് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത കോഴ്സുകളാണ് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ സയൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എല്ലാ സ്കൂളും സയൻസ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇനി മാർക്ക് കുറച്ച് A+ൻ്റെ എണ്ണം കുറച്ച് കുറവുള്ള കുട്ടികൾ ഇപ്പോൾ സയൻസാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിലും കുറേ സയൻസ് നിങ്ങൾക്ക് പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സാധിക്കുന്ന സ്ഥലത്തൊക്കെ കൊടുത്തിട്ട് ആ ജില്ലയിലെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്ന സ്കൂളുകളൊക്കെ കൊടുത്തിട്ട് അതിന് താഴെ നിങ്ങൾ മറ്റുള്ള ഓപ്ഷനും കൂടി കോമ്പിനേഷൻ കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് A+ൻ്റെ എണ്ണമൊക്കെ കുറവ് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ മറ്റ് കോഴ്സുകളിലേക്ക് നിങ്ങൾ പോകേണ്ടി വരുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഓപ്ഷനുകൾ കൊടുക്കാം. എന്നാൽ ഫുൾ A+ ഒക്കെ നേടിയിട്ട കുട്ടികൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ മാത്രം നിങ്ങൾക്ക് കുറേ മാക്സിമം സ്കൂളുകൾ കൊടുത്താൽ മതിയാവും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്കൂളിൻ്റെ പേരല്ല നിങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മിക്കണം. അതിൻ്റെ കോഡാണ്. ഹയർ സെക്കൻഡറിയുടെ DHSC എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞ സ്കൂൾ കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഓരോ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജില്ലയിലെ സ്കൂളുകളുടെ പേരും അതിൻ്റെ നമ്പറൊക്കെ കോഡ് നമ്പറൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതൊക്കെ തയ്യാറാക്കി വെക്കുക. സ്കൂൾ ഹെൽപ്പ് ഡെസ്കുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. മറ്റൊന്ന് പിന്നെ നേരത്തെ നാറ്റിവിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ നടപടിക്രമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14-ാം തീയതി മുതൽ അപേക്ഷ സമർപ്പിക്കാം. ആദ്യം ചിലപ്പോൾ സൈറ്റൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് കുറച്ച് ബിസിയൊക്കെ ആയിരിക്കും. എന്നാൽ 20-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാം. അതിനുശേഷം 24-ാം തീയതിയാണ് നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പിന്നെ അപേക്ഷ സമർപ്പണവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകൾ മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ കൊടുക്കണമെങ്കിൽ വേണ്ട കാര്യമാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. മെയ് 24-നാണ്. അങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യ അലോട്ട്മെൻറ്റ് നിങ്ങൾ സ്കൂളിൽ ചേരാൻ പോകേണ്ട പിന്നെ അലോട്ട്മെൻ്റ് ആണ്. അത് ജൂൺ 2-നാണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത ഡേറ്റ്. പിന്നീട് സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ 10th and 16th ആണ്. അത് കഴിഞ്ഞ് ജൂൺ 18-നാണ് ഹയർ സെക്കൻഡറി +1 ക്ലാസ്സുകൾ ഇപ്പോൾ ആരംഭിക്കുക എന്നാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം പറയാനുള്ളത്. പിന്നെ അതിനുശേഷം സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറൊക്കെ ഈ അപേക്ഷ സ്കൂൾ തുറന്നതിന് ശേഷം ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഉണ്ടാവും. അങ്ങനെ ജൂലൈ 23 വരെ ഇതിൻ്റെ പ്രോസസ്സ് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ വേണ്ടി ഉള്ളത്. ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സും സ്കൂളും നിങ്ങൾക്ക് ലഭിക്കും. അതിനകത്ത് കുറച്ച് സാവകാശം എല്ലാ അലോട്ട്മെൻറ്റും വെയിറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പരമാവധി ഓപ്ഷൻ കൊടുക്കുക. അപേക്ഷയിൽ തെറ്റുവരാതെ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുന്നൊരുക്കം എന്നുള്ള നിലയിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത്. എല്ലാവർക്കും നല്ലൊരു റിസൾട്ടും ഒപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളും ഒക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.